അപ്പൊ അവരുടെ ആ ചാനലിൽ മലബാറി ഫ്രം യൂറോപ്പ് കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിന്നൊരു ട്രിപ്പ് പോവുക. പോളണ്ടിലെ ഒരു ഹെറിറ്റേജ് റെയിൽ മ്യൂസിയം, അങ്ങനെ എന്തോ സംഭവമാണ് ഹെറിറ്റേജ് റെയിൽ മ്യൂസിയം അല്ലേ. പഴയൊരു ഡീസൽ എഞ്ചിൻ അതന്നെ പഴയൊരു ഡീസൽ എഞ്ചിനിലുള്ള ഒരു ട്രെയിനിൽ പോളണ്ടിലെ ഏതല്ലോ ചെറിയൊരു സമയത്തേക്കുള്ള ട്രാവല്, പിന്നെ ചെറിയ ചെറിയ ക്യാമ്പിങ് പോലെ എന്തോ പരിപാടി എന്നാ പറഞ്ഞേ. ഇന്ന് രാവിലെ വിട്ട് വൈകിട്ട് വരുന്ന വിധത്തില് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം രാവിലെ 7 മണി. നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10-18 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ഒരു ഒന്നിച്ച് ജോലി ചെയ്യുന്ന നിതീഷേട്ടനുണ്ട്, പുള്ളി ഇങ്ങോട്ടേക്ക് കൂട്ടി. പുള്ളി വന്ന് നമ്മളെ പിക്ക് ചെയ്തു. നമ്മളിപ്പം ചേട്ടൻ്റെ അക്കോമഡേഷൻ്റെ അവിടെ ഇരിക്കുവാണ്. കുറച്ച് ആൾക്കാർ കൂടി വരാനുണ്ട് ഇവിടെ. എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് പോകുന്ന പറഞ്ഞിട്ട് വെയിറ്റിംഗ്. ഒന്നിച്ചു പോകുന്ന ആരും ഇതുവരെ കണ്ടിട്ടില്ല, ഒരു പരിചയമില്ല. എനിക്ക് കുറച്ചാലേ അറിയാം. ഫാമിലീസ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞേട്ടെ. പോകേണ്ടത് വന്നിട്ട് ഫാമിലീസിനെല്ലാം കണ്ടിട്ട് കുറേ കാലമായി. ബ്ലോക്കിൽ നിന്ന് സൊഹാച്ചേവിലേക്ക് ഒരു 40 മിനിറ്റോളം ട്രാവൽ ഉണ്ട്. ജിനി ചേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ ആയിരുന്നു നമ്മൾ. വണ്ടി എടുത്ത് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഞാനും മോനും കൂടി ഒരു പമ്പരം വെച്ച് കളിക്കാൻ തുടങ്ങി. നമ്മളങ്ങനെ മ്യൂസിയത്തിലെത്തി. ഇതാണ് മ്യൂസിയത്തിന്റെ ഫ്രണ്ട്. ഇതാണ് നിതീഷ് ചേട്ടൻ. എങ്ങനെയാണെന്നറിയാം, ഞാൻ പറയാം. അങ്ങനെ എന്റെ സംസാരം ഒന്നും വേണ്ട. ഞാൻ അവിടെ ചെന്നിട്ട് സംസാരിച്ചോളൂ, ഇപ്പൊ വേണ്ട. എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ ഈ ചേട്ടനാണ് ഞങ്ങളെ ഇവിടെ ഇന്നത്തെ ഒരു ഡേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത ഈ ചേട്ടനാണ്. പുള്ളി 5-6 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ്. നല്ല മനസ്സുള്ള, നല്ല സഹായം മെന്റാലിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. ഓരോ ടീമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ്. ഇവിടെ മുന്നേ തന്നെ പഴയൊരു ട്രെയിനിൻ്റെ എഞ്ചിനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ട്രെയിൻ വരാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് നമ്മളവിടെ ഉണ്ടായ എല്ലാ ഫാമിലീനെയും പരിചയപ്പെട്ടു. നമ്മൾ മൊത്തം ഏകദേശം 27ഓളം ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് റിസപ്ഷനിൽ നിന്ന് ഒരു ബ്രോഷർ കിട്ടി. അതിനകത്താണെങ്കിൽ ഈ ട്രെയിനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോളണ്ടിലെ റെയിൽവേയുടെ ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റി. 85 കാലഘട്ടങ്ങളിൽ ഇതിനെയൊക്കെ പറ്റി വളരെ വിശദമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് പോളിഷ് ലാംഗ്വേജിലായതിനാൽ നമുക്കൊന്നും വായിക്കാൻ പറ്റിയില്ല. പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാനുള്ള ക്ഷമയും താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിന് മെനക്കെട്ടുമില്ല. ഇത് മൊത്തം പഴയ ടിക്കറ്റുകളാണ്. ഇവര് പണ്ട് സമ്മേളനം നടത്തിയിട്ടാണ് ട്രെയിൻ ഉണ്ടായത്. ശരിക്കും വണ്ടിയുടെ പോകേണ്ട ട്രെയിനിൽ ഇങ്ങനെ തള്ളിക്കോ. പഴയ ട്രെയിനിൽ എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു, മെയിനായിട്ട് ചേച്ചി. ഇവർ പിന്നെ സെക്കൻഡ്. ലൈറ്റ് പച്ച ലൈറ്റ്, നീല ലൈറ്റ്, തൊപ്പി തന്നെയാണോ ഈ പറയുന്നേ? ആയിരിക്കും. അവിടെ നമ്മൾ പോകുന്നത്
മരം കൊണ്ട് പോകുന്ന ലോറി ഉണ്ട്. ഇവിടെ കുറേ മാനുണ്ട്. ഞാളി സാധനം കൊടുത്തു ആന വേറെ ചാളി ഈ ബിൽഡിംഗ് അങ്ങനത്തെ ബിൽഡിംഗ് കോക്കി കോളേജിൽ ഒരുപാടുണ്ട് മരമില്ല ട്രെയിനിൽ മരമില്ല ട്രെയിനിൽ നോക്കിയതാ ട്രെയിനിൽ മരം ഭയങ്കര ഒറിജിനാലിറ്റി അല്ലേ? പാടത്തിൽ കാട്ടുപോത്തിലേക്കെന്ന് പറയാം മാനിന്റെ മുന്നിട്ടേക്ക് പണ്ട് ഇങ്ങനെയാണ് ഒരു മരം കൊണ്ടുപോയിരുന്നത്. എന്തോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എല്ലാം കാണുന്നുണ്ട്. നമ്മളെ ചാർലി ചാപ്ലിന്റെ എല്ലാം വീഡിയോ എല്ലാം കാണുന്ന പോലത്തെ പല ടൈപ്പ് ട്രെയിൻ ഉണ്ട് ഇവിടെ. ഇത് റെയിൽവേൻ്റെ ഒരു മിനിയേച്ചറാണ്. ഇതിൽ ഇവിടെ 2 സ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്യും. മിനിയേച്ചറിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ റെയിൽവേ ട്രാക്കിലെത്തി. ഇവിടെ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല തരത്തിലുള്ള ട്രെയിനുകൾ കാണാൻ പറ്റും. എന്റെ തല എന്റെ ഫിഗർ മൊത്തം അതിനകത്ത് ഇല്ലെന്നുണ്ടേ ഉണ്ടല്ലോ ട്രെയിൻ പകുതി വെച്ച് നിർത്തിയിട്ട് ഇറക്കി വിടും. ഈ നാരോ ഗേജ് റെയിൽവേ മ്യൂസിയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ ഒരുപാട് പഴയ ലോക്കോമോട്ടീവ്സ്, പാസഞ്ചർ കോച്ചസ്, കാർഗോ വാഗൺസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന പല ട്രെയിനുകളും പണ്ട് കാലങ്ങളിൽ ഫോറസ്റ്റ് ടിമ്പർ, ഫാമിംഗ് പ്രൊഡക്ട്സ്, പിന്നെ വില്ലേജ് സപ്ലൈസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ട്രെയിൻ, പല പല വിധത്തിലുള്ള പഴയ ട്രെയിനുകൾ. ഇവിടെയുള്ള ഓരോ ലോക്കോമോട്ടീവും ഓരോ സ്റ്റൈലിലായിരുന്നു. ചിലത് സ്റ്റീം ലോക്കോമോട്ടീവ് സ്റ്റൈല്, ചിലത് ഡീസൽ ഇൻഡസ്ട്രിയൽ ടൈപ്പ്. പണ്ട് സിനിമയിലെല്ലാം കാണുന്ന പോലത്തെ ഓരോരോ ട്രെയിനുകൾ പല ടൈപ്പിൽ പഴയ സാധനങ്ങൾ മൊത്തം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മരം കൊണ്ടുള്ള ബോഗി. Kolejowe strumy na świecie. One jeszcze powstały w połowie XIX wieku. ഇതാണ് നമ്മളെ ഗൈഡ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ട്രെയിനിൻ്റെ മുമ്പിൽ പോയിട്ട് ആ ട്രെയിനെ പറ്റി വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പോളിഷിലായിരുന്നു പറയുന്നത്, അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല. എവിടെയാ പോകുന്നത്? പറഞ്ഞുതരാൻ പോന്നെയാണോ ഓരോ ട്രെയിനെ പറ്റിയിട്ട്? നമ്മളും പോണോ? போயிட்டு போறாங்க. நம்ம ட்ரெயின் எடுக்க மாட்டாங்களா?
Kiedy powstawało nasze muzeum, to pracownicy naszej placówki chyba objechali wszystkie cyklopnie w Polsce, gdzie jeszcze funkcjonowały koleje wąskotorowe. എല്ലാം മനസ്സിലാവുന്നില്ലേ? Były zastępowane bardziej ekonomicznym transportem samochodowym i dzięki temu udało się ocalić പറയുന്നതിൽ കാര്യമുണ്ടപ്പാ. wiele cennych pojazdów. Tutaj jeden z takich przykładów, lokomotywa spalinowa WLS 75 o oznaczeniu CBK3. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ലോക്കോമോട്ടീവായ LX-T2 342 ഒരു ഡീസൽ നാരോ ഗേജ് ലോക്കോമോട്ടീവ്. മെല്ലെ വരുമല്ലേ? മെല്ലെ വരുന്നല്ലേ? 1960-70 കാലഘട്ടത്തിൽ ഈസ്റ്റേൺ യൂറോപ്പ് സൈഡിൽ ഉപയോഗിച്ചിരുന്ന ലോക്കോമോട്ടീവ്സ് കാറ്റഗറിയിൽ പെടും. ഈ റെട്രോഗ്രേഡ് സർവീസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് 2024 ഏപ്രിലാണ്. ട്രെയിനിൻ്റെ ഇൻസൈഡ് ആംബിയൻസ് ആണ് അടിപൊളി. നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനിലും പോലെ കുഷ്യൻ്റെ ലക്ഷറി സീറ്റ്സോ കാര്യങ്ങളൊന്നുമല്ല. ഉള്ള വുഡൻ ടൈപ്പ് ആയതുകൊണ്ട് ഒരു വെറൈറ്റി ഫീലായിരുന്നു. മൊത്തത്തിലൊരു വിൻറ്റേജ് ലുക്കായിരുന്നു. ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് മൊത്തം നമ്മൾ മാത്രമായിരുന്നു. ഇതിൻ്റെ സൈഡ് സീറ്റെല്ലാം നല്ല രസമുണ്ടല്ലേ? ചെറിയ സീറ്റ് Wygląda tak, że na 11:45 planowany jest przejazd do Wilcza Tułowskiego na skraju puszczy. Tam wysiądziemy z wagonu. അങ്ങനെ ട്രെയിൻ മൂവായി തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ഗൈഡ് വന്ന് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ട്രെയിനിൽ അതുകൂടാതെ വേറെ സ്പീക്കറോ കാര്യങ്ങളോ അനൗൺസ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ റൂട്ട് ഏകദേശം 18 കിലോമീറ്റർ നീളമുള്ളതാണ്. ഏകദേശം ഒരു 1 മണിക്കൂറോളം സമയമെടുത്തു നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. ട്രെയിനിൽ കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി. നമ്മളെപ്പാട് ബിസ്ക്കറ്റും ജ്യൂസൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി. ഇത് നമ്മുടെ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ് ഒക്കെ പോലത്തെ ഒരു സ്ഥലമാണ്.
കുറേ ഫോട്ടോസ് എടുക്കാനോ അങ്ങനെയൊക്കെ പറ്റിയ നല്ല നേച്ചർ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് പോളണ്ടിലെ പ്രശസ്തമായ ക്യാമ്പിനോസ് നാഷണൽ പാർക്ക്. ഇത് വാർസോ നഗരത്തിനടുത്തായിട്ട് സ്ഥിതി ചെയ്യപ്പെടുന്നു. ഈ ട്രെയിൻ ഇവിടെ ഇറങ്ങി എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിയാ Najlepiej w Europie zachowanych kompleksów wydm śródlądowych. Wydmy, czyli takie piaszczyste pagórki, choćby ഇടയ്ക്കിടെ ഓരോ സ്പോട്ടിലെത്തിയ ശേഷം ഗൈഡ് അതിനെപ്പറ്റി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ടായി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിയണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും സാധിച്ചില്ല. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തുടങ്ങി. ഫാമിലീസും കുട്ടികളും എല്ലാവരും കൂടി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇതിൽ 1-2 കുട്ടികൾ മാത്രമേ ഇവിടെ പോളണ്ട് പഠിക്കുന്നതുള്ളൂ. ബാക്കി എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് വന്നതാണ്. കുറേ ആൾക്കാരെ കൂട്ടുകാരെ കിട്ടിയതിൽ അവരും വളരെയധികം സന്തോഷത്തിലാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ട്രെയിനിൽ കയറാൻ പോവുകയാണ്. പിന്നെ ഷുഗർ കട്ടാണെങ്കിലും ട്രിപ്പ് പോയ സ്ഥിതിക്ക് മുതലെടുക്കാന്നുള്ള രീതിയിൽ ബിസ്ക്കറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിൻ അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയി നിർത്തി. നമ്മൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് കിടക്കണം. എന്താ വായിച്ചത്? എന്താ വായിച്ചേ? മനസ്സിലായ? ഒസാട അയ്യോ പോയില്ലേ? എന്താല്ലേ ഒരു ബൈക്കെല്ലാം ഓടിച്ച് എത്ര കാലായി. അങ്ങനെ നമ്മൾ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ക്യാമ്പിനോസ് നാഷണൽ പാർക്കിന് അടുത്ത് തന്നെയായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് സ്പോട്ട് ആയതുകൊണ്ട് ആ കാടിൻ്റെ ഒരു വൈബ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവിടെയുള്ള ക്യാമ്പ് ഫയറിൽ നമ്മൾ കൊണ്ടുവന്ന സോസേജ് നമ്മൾ ചുട്ടെടുത്തു. അതിനിടയിൽ തന്നെ എല്ലാവരും കൊണ്ടുവന്ന ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിരുന്നു. Ale gdzie mam? Ja nie wiem, gdzie jest twój plecak.
നമ്മളുണ്ടാക്കിയത് കൂടാതെ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കൂടി അറിയാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് വാങ്ങി കഴിച്ചു. എന്താ പറയണ്ടേ? ഒന്നും പറയണ്ട. ഇവിടെ നിന്നാലും ഓർമ്മ തരൂ. അല്ല നിങ്ങൾക്ക് വേണോ ഇനി? എന്തിനപ്പോ? രസമുണ്ടോ? ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ സ്പീക്കറിൽ പാട്ട് വെച്ച് കുറച്ച് പേര് ഡാൻസ് കളിക്കാനും കുട്ടികളൊക്കെ ഡാൻസ് കളിക്കാനും പിന്നെ ഇതാ നിതീഷ് ചേട്ടനും ഡാൻസ് കളിക്കുന്നു. പിന്നെ കുറച്ച് പേര് ഫോട്ടോ എടുക്കേണ്ട തിരക്ക്, വീഡിയോസ് എടുക്കേണ്ട തിരക്ക്. എല്ലാവരും നമ്മൾ ആകെ ഒരു സബ്സ്ക്രൈബിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. നമ്മളെല്ലാവരും നമ്മുടെ കൂടെ വന്ന് 2 കുഞ്ഞു പിള്ളേരാണ്. എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൊച്ചു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അവരുടെ ആ ചാനലിൽ മലബാറി ഫ്രം യൂറോപ്പ് കേട്ടോ. ഞാൻ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു 25 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അതിന്റെ ലിങ്ക് ഞങ്ങൾക്ക് അയച്ചു തരണം. ഞങ്ങളപ്പോ ഇത്രയും പേര് നമ്മളത് ആഡ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകം നന്ദിയും കടപ്പാടും എന്നോട് പ്രത്യേകം പറഞ്ഞാൽ മതി. ചെറിയ പെർസെന്റേജ് എന്റെ അക്കൗണ്ടിലോട്ട് കൂടെ ഒന്ന് തന്നാ മതി. കിട്ടി തുടങ്ങട്ടെ കേട്ടോ. അബി ഇടണേ ഇന്നെല്ലാരും മലബാറി ഫ്രം യൂറോപ്പ്. വീഡിയോ ഓക്കെ. ട്രെയിൻ എടുക്കാൻ സമയമായപ്പോൾ നമ്മുടെ ഗൈഡ് വന്ന് നമ്മളെ തിരിച്ചു വിളിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് ട്രെയിനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് നമുക്ക് ഓർമ്മ വന്നത് നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. സത്യം പറഞ്ഞാൽ നിതീഷ് ചേട്ടനുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ട്രിപ്പിൽ പങ്കെടുക്കാൻ പറ്റിയത്. ചേട്ടൻ അടിപൊളിയാണ്. ചേട്ടനാണ് ഈ ട്രിപ്പ് മൊത്തം കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ അടിപൊളിയാക്കിയത്. പിന്നെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഓരോരുടെ കാറിൽ പോകേണ്ട തിരക്കിലായി. കുറച്ച് ടയർഡായി പോയി. ട്രിപ്പെല്ലാം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചു. പോളണ്ടിൽ ചൂടൊക്കെ തുടങ്ങി. നല്ല ചൂട് തുടങ്ങി. വേർത്ത് പോയി. രാവിലെ പോകുമ്പോൾ ജാക്കറ്റ് ഇടണോ എന്നുള്ള ഡൗട്ടിലാണ് പോയത്. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്ക് നല്ല ചൂടായി. അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ട്. മൊത്തത്തില് നല്ല അടിപൊളി. കാരണം അങ്ങനെയല്ല, മൊത്തത്തിൽ നല്ലൊരു ട്രിപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുറേ ആയി മലയാളി ഫാമിലി ഒക്കെ കണ്ടിട്ട്. കുട്ടികളടക്കം ഉണ്ട്, മലയാളി, തമിഴ്. മൊത്തത്തിൽ അടിപൊളി ട്രിപ്പ്.